ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ ക്രിസ്മസ് വ്ളോഗ് ഇതുവരെ ഞാൻ നമ്മളുടെ ചാനൽ തുടങ്ങിയ ശേഷം കാണിച്ചിട്ടുള്ള വ്ളോഗുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് വേണം പറയാൻ. കാരണം നമ്മളുടെ കഴിഞ്ഞ ക്രിസ്മസുകളുടെ വ്ളോഗുകളൊക്കെ കണ്ടവർക്കറിയാം, നമ്മൾ കുറേയധികം ഫുഡും കാര്യങ്ങളും എല്ലാം നല്ല അറേഞ്ച് ചെയ്ത് ടേബിളിലൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഓരോ ദിവസവും ഓരോ ക്രിസ്മസ് ആഘോഷിച്ചിരുന്നത്. പക്ഷേ ഇത്തവണ ആരുമില്ല, ആഘോഷിക്കാനും ആളില്ല. അതുകൊണ്ട് തന്നെ ഒരു രീതിയിൽ എങ്ങനെയൊക്കെയോ ഞാൻ ക്രിസ്മസിൻ്റെ ഡേ കഴിഞ്ഞുകൂടിയെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ബ്രെഡും പുട്ട് പപ്പക്ക്, ഞങ്ങൾക്ക് രണ്ടാൾക്കും ബ്രെഡ് ഇഷ്ടമില്ല. പക്ഷേ എനിക്കിഷ്ടം വെള്ളയപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളയപ്പം ഉണ്ടാക്കാനൊന്നും തോന്നിയില്ല. അങ്ങനെ ഒരു തോന്നലില്ലാഞ്ഞുകൊണ്ട് പപ്പ രാവിലെ പള്ളിയിൽ പോയപ്പോൾ ഏതായാലും ഒരു ബ്രെഡ് മേടിച്ച് കൊണ്ടുവന്നേക്കെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കും റോജറിനും കഴിക്കാൻ. അപ്പോൾ പപ്പ രാവിലെ 8 മണിയുടെ മാസ് കഴിഞ്ഞ് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഇപ്പം ഞാൻ ആ ബ്രെഡും ബാക്കി വന്ന പുട്ടുമാണ് ഞാൻ കാണിച്ചത്. പിന്നെ ഒരു പകുതിയോളം സ്റ്റ്യൂ ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടി കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. അത് ഇനി റോജർ എഴുന്നേറ്റ് വന്നിട്ട് വേണം കഴിക്കാൻ. ഞങ്ങൾ മിഡ് നൈറ്റ് മാസ് കഴിഞ്ഞ് വന്നതല്ലേ, അപ്പോൾ അതിൻ്റേതായ കഴിഞ്ഞ ദിവസം 3 മണിയൊക്കെ കിടന്നപ്പോൾ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം കൂടുതൽ റോജർ കിടക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഏതായാലും ഞാൻ വിചാരിച്ച് ഉച്ചക്കുള്ള ബിരിയാണി ഇത്തിരി വെച്ച് അതിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് വെക്കാം. ആ സമയത്ത് റോജർ വരണമെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 11:30 മണി വരെ ഞാൻ കുക്കിംഗ് എല്ലാം ചെയ്ത് നിന്ന്, എന്നിട്ട് റോജർ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 11:30 മണിയായപ്പോഴത്തേക്കും ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾക്ക് ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെക്കാനാ അങ്ങനെയൊന്നും ആളുമില്ല. ചെയ്യാൻ ഞാനുണ്ട്, കഴിക്കാനായിട്ട് ആളില്ല. അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്തില്ലായിരുന്നു. ഓരോരുത്തരായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ചെയ്തത്. അപ്പോൾ ഇന്നലെ നമ്മൾ സ്റ്റ്യൂ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണിയുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് സവാള വറുക്കൽ മാത്രമേ ഇന്ന് പണിയുള്ളൂ. പിന്നെ ഇത്തിരി റൈസ് നമുക്ക് സെപ്പറേറ്റ് വേവിച്ചെടുക്കണം. ഒരു 3/4 വേവിൽ റൈസ് വേവിച്ച് മാറ്റണം. അപ്പോൾ അത് നമ്മൾ സാധാരണ ഇളവിൽ തന്നെ ഉപ്പും മുഴുവൻ മസാലയൊക്കെ ഇട്ടിട്ട് ഞാൻ അപ്പുറത്ത് കലത്തിൽ ചോറ് വേവിക്കാനായിട്ട് വെക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ബിരിയാണി കഴിഞ്ഞ ദിവസം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ദം ബിരിയാണിയാണ്, നല്ല ടേസ്റ്റാണ് ഈ ബിരിയാണി. അങ്ങനെ ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളുടെ റയൻ കുഞ്ഞിൻ്റെ വീഡിയോ കോൾ വന്നത്. അപ്പോൾ നമ്മുടെ റയൻ്റെ ഓൺലൈൻ ആദ്യമായിട്ട് വീഡിയോ കോൾ ചെയ്തേക്കണേ കേട്ടോ, ഫസ്റ്റ് ടൈം പോയിട്ട്. എല്ലാവരും നിന്നെ ചോദിക്കാറുണ്ട്, മനസ്സിലായാ? ഒരുപാട് ആൻറ്റിമാർ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പറയും വിളിച്ചിട്ടില്ലെന്ന് പറയും. അപ്പോൾ ആൻറ്റിമാരിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹായ് പറ. അപ്പോൾ ആൻറ്റിമാർ തന്നെ പറയട്ടെ, റയൻ്റെ ക്ഷീണമൊക്കെ മാറിയില്ലേന്ന് അല്ലേ? റയൻ്റെ ക്ഷീണമൊക്കെ മാറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് പോകുമ്പോഴൊക്കെ നല്ല ക്ഷീണമായിട്ട് ഇരിക്കണത്, അധികം നന്നായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം റയൻ്റെ ക്ഷീണമൊക്കെ മാറി. ഫ്രൂട്ട്സ്, നിന്റെ ഫ്രൂട്ട്സ് ഇഷ്ടം പോലെ ഇല്ലേ? ഫ്രൂട്ട്സ് എല്ലാം നീ കൂടുതൽ കഴിക്കണത് ഇവിടെ വെച്ച് അല്ലേ? ഓ, പിന്നെ ഞാൻ ആൻറ്റിമാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ, നേരം കിട്ടൂലേ കഴിക്കാൻ? അത് കൊള്ളാം. അപ്പം ഇല്ലേ, എന്താണ്, നിന്നെ പൊന്നുപോലെ കുഞ്ഞു വാവനെ പോലെയൊക്കെയാണ് എല്ലാവരും നോക്കണതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ പറഞ്ഞില്ലേ അങ്ങനെ? അപ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പറ. കുഞ്ഞാവനെ പോലെയാണ് നോക്കണെന്ന്. കുഞ്ഞാവനെ പോലെയാണ് നോക്കണത്, അല്ലാതെ വേറെ വഴിയില്ലല്ലോ അവർക്ക്. എന്തെങ്കിലും പറഞ്ഞ് വിഷമിച്ചാലന്ന് അങ്ങനെ കൊണ്ട് നടക്കണേണ്. നമ്മുടെ റിച്ചാർഡിന് എല്ലാവർക്കും കാണുമ്പോ പറയണേ, സുഖമാണാ, കൊഴപ്പൊന്നും ഇല്ലല്ലേ? കൊഴപ്പൊന്നുമില്ല, അത് കുഴപ്പമില്ല എനിക്കും അതും പറഞ്ഞു. അത് കൊള്ളാം. കാലുവേദനയാണെന്ന് പറഞ്ഞു ഞാൻ ഒരു ദിവസം ചീഫ് എഞ്ചിനീയറിന്റെ അടുത്ത്. ഓക്കെ.
അയാൾ ഒരാഴ്ചയോളം ഇങ്ങനെ പറഞ്ഞോണ്ട് എന്തേച്ച് കാലിനെങ്ങനെയുണ്ട് കാലിനെങ്ങനെയുണ്ട് പറഞ്ഞതാവത്തായിപ്പോയല്ലോ. ഞാൻ പറഞ്ഞതിന്റെ അടുത്ത ദിവസം കാലുവേദന തീർന്ന്. എങ്കിലും അവരെങ്ങനെ ചോദിച്ചോണ്ട് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കണേ. വെരി ഗുഡ്. എല്ലാവരും നല്ല മനുഷ്യരപ്പ. ഓക്കേ. അപ്പോൾ ഇത്തവണ റയൻ പൂനെന്ന് വന്നതിന് ശേഷം അവന് ഒരുപാട് കാര്യങ്ങളിൽ ടെൻഷനും ഒക്കെയുള്ള ഒരു സമയമായതുകൊണ്ട് തന്നെ അവന് ഭക്ഷണം കഴിക്കാനും താല്പര്യമില്ലായിരുന്നു. എങ്ങനെയും അവൻ കഴിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒന്നും തന്നെയും ശരീരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. നല്ല ക്ഷീണിച്ചാണ് ആൾ പോയത്. പക്ഷേ ഇപ്പോൾ ഇവൻ്റെ ഈ മുഖം നല്ല തുടുത്ത് ആ ഒരു ക്ഷീണമൊക്കെ മാറിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഷിപ്പിലുള്ളവരുടെ അടുത്താണ് നന്ദി പറയാൻ തോന്നിയത്. കാരണം അവരുടെ കെയറിങ് കൊണ്ടാണ് അവൻ ഫ്രീ ആയത്. മൈൻഡ് ഫ്രീ ആയി അവൻ സ്വസ്ഥമായിട്ടിരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് അവൻ നന്നായിട്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മനസ്സിൽ ഞാൻ പറഞ്ഞത് അത് അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കുട്ടിയെ സംരക്ഷിക്കുന്ന പോലെ അവരവനെ കെയർ ചെയ്യുന്നത് ഇപ്പോൾ അവൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ല. പക്ഷേ റിച്ചാർഡിന് ഇങ്ങനെ ഒരു അനുഭവങ്ങളൊന്നും ആയിരുന്നില്ല കേട്ടോ. ഷിപ്പിൽ പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയിലൂടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. കാലത്ത് സ്റ്റ്യൂവും പുട്ടും നന്നായിട്ട് കഴിച്ച്. അതുകൊണ്ട് ഉച്ചക്ക് കഴിക്കാൻ വേണ്ട, ഞാൻ നിർബന്ധിച്ചെടുത്ത് വെച്ചേക്കണേണ്. അപ്പോൾ ആകെ കരൾ കറി മാത്രം മതി എന്നുണ്ട്, അത് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതെൻ്റെ പേർക്ക് എൻ്റെ ഇഷ്ടത്തിന് എടുത്ത് വെച്ചാണ്. അത് വേണ്ടെന്നാണ് പറയണത്. ഇപ്പം ഒന്നും കഴിക്കാൻ പറ്റില്ല. കാരണം അത്രയും നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പുട്ട് നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റ്യൂവും പുട്ടും പപ്പട പ്രിയ ആഹാരം. അപ്പം അതുകൊണ്ട് നന്നായിട്ട് കഴിച്ച്. പിന്നെ റോജർ ഞാനൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഇപ്പം എത്ര മണിയായി? 3 മണി കഴിഞ്ഞല്ലേ? 3 മണി കഴിഞ്ഞ് റോജർ വന്ന് കഴിച്ചതേ 12:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഞാൻ 11:30 വരെ നോക്കിയിരുന്നു. എന്നിട്ട് ഞാൻ കഴിച്ചത്. അവൻ വന്നത് 12:30 അതായിട്ടോട്ട്. അപ്പോൾ പിന്നെ ഇനി സാവധാനം കഴിക്കാം. എല്ലാം റെഡിയാക്കി വെച്ച്. അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞ് അങ്ങനെയല്ലേ? എത്ര മണിയുടെ കുർബാനൊക്കെ പോയത്? 8 മണിയുടെ ആണല്ലേ പോയത്. ഓക്കെ. ഞാൻ 7 മണി. ഇംഗ്ലീഷ് മാസ്. പപ്പയ്ക്ക് ഇംഗ്ലീഷ് മാസാണ് ഇഷ്ടം. ഇന്നലെ രാത്രി ഇംഗ്ലീഷ് മാസ് തന്നെയായിരുന്നു. പക്ഷേ എപ്പോഴും ഇംഗ്ലീഷ് മാസ് തന്നെയാണ്. പക്ഷേ എന്താണെന്നറിയാമോ? സ്പീക്കറില്ലായിരുന്നു. ഞങ്ങൾക്കറിയാൻ പാടില്ല. ഒന്നുമില്ല. പുറത്ത് ശബ്ദമേ ഇല്ല. എന്തോ വെറുതെ ഒരു സ്ഥലത്ത് ചുമ്മാ പോയി ഇരിക്കണ പോലെ പോയി. വളരെ ചെറിയ ഒരു ശബ്ദം. സ്പീച്ചൊന്നും കേട്ടില്ല. ഒരു തരി കേൾക്കാൻ പറ്റില്ല. പാട്ടിൻ്റെ ശബ്ദം മാത്രം ഇടയ്ക്ക് ഇത്തിരി കേൾക്കും. അങ്ങനെ എന്തോ ഒരു സ്പീക്കറും ഇല്ലായിരുന്നു പുറത്ത്. അല്ല, ഈ മിഡ് നൈറ്റ് മാസം എന്ന് പറയുമ്പോൾ പുറത്ത് നിറയെ ആളുണ്ടല്ലോ. പുറത്ത് നല്ല സ്പീക്കർ വെക്കുമല്ല. പക്ഷെ ഒരു സ്പീക്കറും ഇല്ല. ഒന്നും കേട്ടില്ല. അതുകൊണ്ട് അപ്പോൾ ഇന്ന് ഒരു ക്യാബേജ് തോരനും ഒരു മോര് ചാറും. അപ്പോൾ ഞാൻ തൈരും ക്യാബേജും മേടിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചത്. കാരണം നമുക്ക് മീൻ കിട്ടിയതേ ഇല്ല. മീൻ ഇങ്ങനെ ഇവിടെ നിർബന്ധവുമില്ല. ഷാജി ഒരു 3-4 ദിവസം മുന്നേ തന്നെ വരാതെയായി. മീനൊന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് മീനിൻ്റെ ഒരു തരി പോലും നമ്മുടെ വീട്ടിലില്ല. അപ്പോൾ പപ്പക്ക് കട്ട്ലറ്റൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കഴിക്കാൻ നേരപ്പോഴത്തേക്കാണ് പിന്നെ കട്ട്ലറ്റ് വറുക്കാൻ നിന്നത്. പപ്പക്കൊന്നും തന്നെ താല്പര്യമില്ല കഴിക്കാനായിട്ട്. അത് ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് പുള്ളി നന്നായിട്ട് തന്നെ കഴിച്ച്. അതുകൊണ്ടാണ് വേണ്ടാന്നുള്ള ഒരു കാര്യം പറഞ്ഞത്. ഏറ്റവും ഇഷ്ടമാണ് ഇത് പുട്ടും സ്റ്റ്യൂവും കഴിക്കണത്. അപ്പോൾ ഏതായാലും അത് വയറ് നിറയെ കഴിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഇപ്പോൾ ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ ചോറും ഒക്കെ ഞാനവിടെ ഊറ്റി വെച്ചതിനകത്ത് നിന്ന് വളരെ കുറച്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഏതായാലും ബിരിയാണി കഴിക്കാൻ നിൽക്കണല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ചോറും കറിയൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ റോജർ അങ്ങനെ കഴിക്കാനായിട്ട് വന്നപ്പോൾ ഏകദേശം 4 മണി ആയിട്ടില്ല. ആ സമയത്താണ് നമ്മൾ കട്ട്ലറ്റ് വറുത്തിട്ട് ബിരിയാണി റൈസൊക്കെ എടുക്കാൻ നിന്നത്. അപ്പോൾ ഞാൻ ഈ വറുത്ത് വെച്ചേക്കുന്ന സവാളയും റൈസിൻസും കശുവണ്ടിയൊക്കെ ഇടുന്നത് ഏറ്റവും അവസാനം കേട്ടോ. എനിക്ക് ഇതിട്ടിട്ട് ദം ചെയ്യണത് ഇഷ്ടമല്ല. അതിൻ്റെ കളറൊക്കെ പോയി അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ വെള്ളം പിടിച്ചിട്ടിരിക്കും. അപ്പോൾ നമ്മൾ വിളമ്പുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതിടണേ നല്ലത്. പിന്നെ ഇതുപോലെ വെക്കുന്ന ദം ബിരിയാണി ബീഫിൻ്റെയും ചിക്കൻ്റെ എല്ലാം നമ്മുടെ അടുക്കള ചാനൽ ഇട്ടിട്ടുണ്ട്. എല്ലാം നല്ല ബിരിയാണിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ പുറത്തുനിന്ന് കഴിക്കണ പോലെ ഇരിക്കും. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോഴില്ലേ അത് അടിയിൽ കിടക്കുന്ന ചിക്കൻ പീസ് മാത്രം എടുക്കാതെ അറ്റം വരെയുള്ള ചോറ്, ആ ഗ്രേവിയോടുള്ള ചോറ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. എന്നിട്ടത് ആ ചോറ് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം. കാരണം ഈ മീതിലിരിക്കുന്ന ചോറിൽ
ഗ്രേവി ഒട്ടും തന്നെ ആയിട്ടില്ല. അപ്പോൾ താഴേന്ന് നമ്മൾ എടുക്കുന്ന ചോറ് നല്ല ഗ്രേവി ആയിട്ടിരിക്കും. അപ്പോൾ നമ്മളിതെല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ എല്ലാ റൈസും നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റുമായിട്ട് വരും കേട്ടോ. ആ റൈസ് മാത്രമായിട്ടും നമുക്ക് കഴിക്കാൻ സാധിക്കും. ദം ബിരിയാണി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയാണ്. സാധാരണ നമ്മൾ സെപ്പറേറ്റ് ചിക്കൻ വറുത്തിട്ടൊക്കെ ഉണ്ടാക്കുന്ന ബിരിയാണിയില്ലേ, അത് നമ്മളുടെ റൈസിന് അത്ര വലിയൊരു ഫ്ലേവർ ഉണ്ടാവില്ല. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മളുടെ കറിയിൽ ഇത്തിരി ചോറും ആയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ആ ചിക്കൻ ഇരിക്കുന്നത്, ഏതായാലും നമ്മൾ ആ ചിക്കൻ എടുത്ത് ആദ്യം വെച്ചിട്ട് അതിൻ്റെ മീതിലേക്കല്ലേ ചോറിടുള്ളൂ. അപ്പോൾ അതിൽ റൈസ് ഇരുന്നാലും കുഴപ്പമില്ല. റൈസ് ഇല്ലാത്ത ഒരു കറി പോലെ ഇരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നല്ല ഫ്ലേവറുമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അങ്ങനെ ഞാനും റോജറും കഴിച്ച്. അപ്പോൾ ഇത് കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ ഏതായാലും വീഡിയോ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ വർക്കിന് വേണ്ടി ഇരുന്നപ്പോഴാണ് നമ്മുടെ ചേച്ചിയൊക്കെ പെട്ടെന്ന് വിസിറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് ഈ മരുന്നാണ് കേട്ടോ ഞാൻ പല്ലുവേദനയ്ക്ക് പറ്റണത്. പെട്ടെന്ന് മാറും പല്ലുവേദന. പക്ഷേ പല്ലുവേദന മാറും, നമ്മുടെ കേടുണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. തൽക്കാലം നമുക്ക് വേദന മാറണമെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറും കേട്ടോ. അങ്ങനെ അതാണ് പറ്റണത്. അപ്പോൾ അങ്ങനെ ഞാനും റോജറും കഴിച്ച് കഴിഞ്ഞ് റോജർ മുകളിലേക്കും പോയി. പപ്പ കിടന്നുറങ്ങണമായിരുന്നു, കാരണം പപ്പക്കും ഭയങ്കര ടയേർഡായിരുന്നു. രാവിലെ കുർബാനയെല്ലാം കഴിഞ്ഞിട്ടൊക്കെ വന്ന് പിന്നെ ഫുഡ് കഴിച്ച ക്ഷീണം, ഫുഡ് കഴിക്കുമ്പോൾ പെട്ടെന്ന് ക്ഷീണിക്കും നമ്മൾ, ക്ഷീണമല്ല തളർച്ച വരും. അപ്പോൾ അങ്ങനെ പപ്പയും അവിടെ മാറി കിടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഇരുന്നപ്പോൾ തന്നെ ഒരു ഏകദേശം ഒരു 4:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് ചേച്ചിയും ചേട്ടനും ജിത്തും കൂടി വന്നത്. അപ്പോൾ അവർ നമ്മളുടെ അടുത്ത് പറയാതെയാണ് വന്നേച്ചത്. അപ്പോൾ പറഞ്ഞിട്ട് തന്നെയാണെങ്കിൽ ഇന്നത്തെ ദിവസം വന്നു കഴിഞ്ഞാൽ ഉള്ള തിരക്കിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞേനെ. പക്ഷെ അവർ അപ്രതീക്ഷിതമായിട്ട് ഈ ക്രിസ്മസ് ഡേയിൽ തന്നെ വന്നു. കാരണം അവന് ജോലിയുടെ കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ അത്യാവശ്യം പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിലൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ ഏതായാലും ഈ അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ ഒന്ന് വന്ന് കാണണം. കഴിഞ്ഞ വർഷവും കഴിഞ്ഞ 30 വർഷമൊക്കെ അവൻ്റെ കാലിൻ്റെ ആക്സിഡൻറ്റിൻ്റെ ആ സംഭവമായിട്ട് അങ്ങനെ അവർക്ക് എങ്ങും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണയെങ്കിലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ ഇത്തവണ അവർക്ക് വരാൻ സാധിച്ചു. 2 വർഷവും അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു വരാൻ പറ്റാതെയൊക്കെ. അപ്പോൾ അങ്ങനെ ഏതായാലും ഞാൻ ഒരു കോഫിയൊക്കെ ഇട്ട് ഞങ്ങളെല്ലാവരും കോഫിയൊക്കെ കഴിച്ച്. അപ്പോൾ ഏതായാലും അവർ വന്ന സമയത്ത് 4:30 മണി ഒക്കെ ആയിട്ട് ആ ഒരു സമയം എന്ന് പറയുമ്പോൾ ആൾത്തിരക്ക് വന്ന് തുടങ്ങിയിട്ടില്ല. കാരണം അമ്യൂസ്മെൻറ്റ് പാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 4:30ക്കാണ്. അപ്പോൾ ആ സമയത്തൊന്നും ആൾ അധികമൊന്നും വരില്ല. 4:30 അങ്ങോട്ട് കഴിഞ്ഞൊരു 5:30-6 മണിയോടുകൂടി തിരക്കാവും. അപ്പോൾ ഇവർ കാറെല്ലാം കൊണ്ടുവന്ന് നമ്മളുടെ കോമ്പൗണ്ടിനകത്തേക്ക് ഇട്ട് ആ സമയത്തൊന്നും വഴിയിലൊന്നും വാഹനങ്ങളൊന്നും പാർക്കും ചെയ്തിട്ടില്ല, ഒരു കുഴപ്പമില്ല. അതിന് ശേഷം ഇങ്ങോട്ട് നമ്മളുടെ ഇടവഴി നിറയെ വണ്ടികൾ അങ്ങോട്ട് പാർക്ക് ചെയ്ത്, 2 വീലറുകൾ 2 സൈഡിലും വണ്ടികളാണ്. നടുക്ക് ആളുകൾക്ക് നടന്നു പോകാനുള്ളൊരു സ്പേസ് അവർ ഇട്ടിട്ടുള്ളൂ. അതിലൂടെ നമ്മളുടെ കാറൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും ടെൻഷനായി. കാരണം അവർക്ക് വീട്ടിലേക്ക് തിരിച്ച് പോകാതെ നിവൃത്തിയില്ല. ഇവിടെ നിന്നാൽ ശരിയാവില്ല. കാരണം അവർ ഉണ്ടാക്കിയ ഫുഡുകളെല്ലാം പുറത്തിരിക്കുന്നത്, ക്രിസ്മസിന് കഴിച്ചത് ഇനി രാത്രി എന്നിട്ട് കഴിക്കാൻ വേണ്ടി അതൊക്കെ അവിടെ പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്, ഫ്രിഡ്ജിലൊന്നും കയറ്റിയിട്ടില്ല. പിന്നെ വിലപിടിപ്പുള്ള പല സാധനങ്ങളും വീട്ടിലും സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആളില്ലാത്ത ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ കള്ളം കയറാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് അവർക്ക് തിരിച്ച് വീട്ടിൽ പോയേ നിവൃത്തിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആദ്യം കാപ്പിയും നമ്മളുടെ കേക്കും എല്ലാം കൊടുത്ത്, അപ്പോൾ കട്ട്ലറ്റ് ഇത്തിരി ബ്രെഡ് ക്രംസൊക്കെ മുക്കിയിട്ട് വേണമെങ്കിൽ ഇവർക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് ഓർത്തിട്ട് ഇവർക്ക് വേണ്ട എല്ലാവരും വയറ് നിറയല്ലേ കഴിച്ച് വന്നേക്കണം. ആ സമയത്ത് നമ്മുടെ റിച്ചാർഡ് ജിത്തുവിൻ്റെ ഫോണിലേക്ക് വിളിച്ച്, അവനറിയില്ല അവരിവിടെ വന്നിട്ടുണ്ടെന്ന്. ക്രിസ്മസ് അല്ലേ എന്ന് വിചാരിച്ച് ചേട്ടൻ്റെ ഫോണിലേക്ക് വിളിച്ചതാണ്. അപ്പോൾ അവൻ പറഞ്ഞ്, എടാ ഞങ്ങൾ നിൻ്റെ വീട്ടിലായിരിക്കണത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അവിടെ ഇരുന്നിട്ട് അങ്ങനെ ചേച്ചിയും ചേട്ടനും എല്ലാവരും സംസാരിക്കണേണ് റിച്ചാർഡിൻ്റെ അടുത്ത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ അവരൊരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഒരു എന്തെന്നാണ് കാരമൽ കേക്ക്, ഒരു അടിപൊളി ഒരു കാരമൽ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ കട്ട് ചെയ്ത് അതുമൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ ഉച്ചക്കുള്ള ഭക്ഷണവും കേക്കും എല്ലാം കൂടി കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് നിൽക്കണേ. അപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ റോജറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മമ്മി നമുക്ക് ഒരു 6 മണിയാകുമ്പോൾ മമ്മി ഞാനും കൂടി പുറത്തേക്ക് പോകാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഓക്കെ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഇവരുടെ വരവ്. അപ്പോൾ പിന്നെ ഇവരും കൂടി ഉള്ളപ്പോൾ നമുക്ക് കുറച്ചുകൂടി കുറച്ച് ആളുകളൊക്കെ കൂടി ഉണ്ടെങ്കിലല്ലേ നമുക്ക് നല്ലൊരു സന്തോഷമായിട്ട് സംസാരിച്ചൊക്കെ കാഴ്ചയൊക്കെ കണ്ടിട്ട് വരാമല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട്
വൈകുന്നേരം ഒരു 6:30-7 മണിയോട് കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്തൊക്കെ തിരക്കായി കഴിഞ്ഞിട്ട് അപ്പോൾ ചേച്ചിക്കൊക്കെ ഭയങ്കര ടെൻഷനാണ്, എങ്ങനെ വണ്ടി പുറത്തേക്ക് എടുക്കും. അങ്ങനെ ഞങ്ങൾ പോയി അവിടുത്തെ ഒരുപാട് കാഴ്ചകളും തിരക്ക് എനിക്കിഷ്ടമല്ല കേട്ടോ, ഈ തിരക്കിൻ്റെ ഇടയിൽ പോകുന്നതേ എനിക്കിഷ്ടമല്ല, ഭയങ്കരമായിട്ട് എനിക്ക് തല കറങ്ങും ശരിക്കും. എങ്കിലും റോജൻ്റെ നിർബന്ധം, എന്നെ കൊണ്ടുപോകണമെന്നുള്ളത് നിർബന്ധം. അങ്ങനെ നിർബന്ധപൂർവ്വമാണ് ഞാൻ ഏതായാലും കുളിച്ച് വേഷം മാറിയൊക്കെ പോയത് കേട്ടോ. ഇന്നിനിപ്പോൾ ഓർഡറാ, നമുക്ക് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല, ഇന്ന് തന്നെ പോകണമെന്ന് നിർബന്ധം. അങ്ങനെയാണ് ഞാൻ ഈ തിരക്കിൻ്റെ ഇടയിലേക്ക്, അല്ലെങ്കിൽ തിരക്കൊഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ സാധാരണ പോകാമെന്ന് വിചാരിച്ചത്. നമ്മളുടെയൊക്കെ ജീവിതത്തിലെ നമ്മൾ പല കാര്യങ്ങളെയും ഭയപ്പെടുമല്ലേ. അത് കൂടുതലും ഭയപ്പെടുന്നത് എന്താണെന്നറിയാമോ? അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മളുടെ മുതിർന്നവർ നമ്മളുടെ അടുത്ത് പറഞ്ഞു തന്ന് പേടിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ആ ഒരു ഭയത്തിൻ്റെ പുറത്താണ് നമ്മൾക്കത് വലിയ സംഭവമായിട്ട് തോന്നുന്നതും അതിനെ ഭയപ്പെടും തോറും ഏതൊരു കാര്യങ്ങളും നമ്മളെ തിന്ന് കളയുന്ന രൂപത്തിൽ വളർന്നു വലുതായി നമ്മളുടെ പിന്നാലെ വന്ന് നമ്മളെ തിന്ന് തീർത്ത് കളയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭയപ്പെടാതെ അതിനെ നേരിടണമെങ്കിൽ ഈ പ്രശ്നം ചുരുങ്ങി ചെറുതായി നമുക്ക് അവരെ പോയി തിന്ന് അങ്ങോട്ട് തീർക്കാം. അപ്പോൾ ഈ ഭയം എന്ന് പറയുന്നത് നമ്മൾ മാറ്റി വെച്ചിട്ട് അതിനെ ഒന്ന് നേരിട്ട് കഴിഞ്ഞാൽ, ആ ഭയപ്പെടുന്ന കാര്യത്തിന് നമ്മളൊന്ന് നേരിട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും അതത്ര വലിയ ഭയപ്പെടേണ്ട കാര്യം ആയിരുന്നില്ല, നമ്മൾ എന്തിനാണാവോ ഇത്രയും അതിനെ ഭയപ്പെട്ടിരുന്നത് എന്ന് നമുക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഭയപ്പെടാതെ അതിനെ നേരിടുക എന്നുള്ളതാണ്. കാരണം ഇത് പറഞ്ഞത് എനിക്ക് ചില ആളുകൾ അവരുടെ മക്കളിങ്ങനെ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് മെസ്സേജ് ഇടാറുണ്ട്. എനിക്കത് താങ്ങാൻ സാധിക്കുമോ, മോനിങ്ങനെ പോകുമ്പോൾ എനിക്കത് താങ്ങാൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ. ഇപ്പം ഞാനും അതേ അവസ്ഥയിലാണ്. ഓരോരുത്തർ പോകുന്നുണ്ട് എങ്കിലും റോജർ പോകുന്നത് എന്നെ മാനസികമായി തളർത്തുന്ന ഒരു കാര്യം തന്നെയാണ്, പറയാതെ വയ്യ. പക്ഷെ ആ പേടി, പോകുമ്പോഴുള്ള സങ്കടം, ഇങ്ങനെയുള്ള പേടികൾ നമ്മൾ നേരിട്ട് കഴിഞ്ഞാൽ അതത്ര വലിയ കാര്യങ്ങളല്ല എന്ന് മനസ്സിലാവും. നമ്മളുടെ ശ്രദ്ധ മറ്റു പല കാര്യങ്ങളിലേക്കും നമ്മൾ തിരിച്ചു കഴിയാതെ ഇതിനെ തന്നെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ വളർന്നങ്ങോട്ട് വലുതാവും. ആ ഒരു ഭയം, ആ ഒരു സങ്കടം വളർന്ന് വലുതാവും. അപ്പോൾ അങ്ങനെ അതിനെ വളർന്ന് വലുതാക്കാൻ നമ്മൾ വളമിട്ട് കൊടുക്കരുത്, നമ്മൾ പേടിക്കരുത്, വിഷമിക്കരുത്. നമ്മളതിനെ ചെറുതായി കണ്ടതിനെ നേരിടുമ്പോൾ അത് വളരെ വളരെ ചെറുതായി നമുക്കതിനെ സ്വീകരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. റിച്ചാർഡ് പോയപ്പോഴും ആദ്യമായിട്ട് പൂനെയിലേക്ക് +2 കഴിഞ്ഞ് ആദ്യമായിട്ട് പൂനെയിലേക്ക് പോയപ്പോഴും ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടതൊക്കെ നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് മനസ്സിലായി ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, കാരണം അവർക്ക് അവരുടേതായ ജീവിതമുണ്ട്. പിന്നെ നമ്മൾ അവരെ ആ ഒരു ചിറക് വെച്ച് പറക്കാൻ അനുവദിക്കണം എന്നുള്ളത് പിന്നീട് മനസ്സിലായി. നമ്മുടെ റോബി ഇവിടെ കിടന്ന് കുറുക്കം വലിയൊക്കെ ഉണ്ട് കേട്ടോ, അതിൻ്റെ ശബ്ദമുണ്ട്, അത് നിങ്ങൾ കേൾക്കും. കമൻറ്റ് ബോക്സിൽ പലരും ചോദിക്കും, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം നമ്മളുടെ അടുത്ത വീട്ടിലൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഏതായാലും തിരക്കിൻ്റെ ഇടയിൽ കൂടിയിട്ട് ഭയങ്കര പാട്ടാണ് കേട്ടോ, അതുകൊണ്ട് എല്ലാം മ്യൂട്ട് ചെയ്ത് വെച്ചേക്കണം. അവിടെ ഉച്ചത്തിൽ ഭയങ്കര സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ചേക്കണേ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് കാഴ്ചയൊക്കെ കണ്ട് അപ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞാൻ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുൻപ് 2019 ക്രിസ്മസ് ടൈമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ആ ഒരു ക്രിസ്മസിന് മാത്രമാണ് ഇവിടെ കുട്ടികൾ 3 ആളും ഉണ്ടായിട്ടുള്ളത്. പിന്നെയുള്ള ക്രിസ്മസുകൾക്ക് ഒന്നും ഇതുവരെയും കുട്ടികൾ 3 ആളും ഉണ്ടായിട്ടില്ല. റോജർ ഇതുവരെയുള്ള ക്രിസ്മസുകൾക്ക് ഇവിടെ ഉണ്ട്. എങ്കിലും ഇത്തവണ റോജർ പോകാൻ നിൽക്കുന്നെന്നുള്ള വിഷമത്തിൽ ഈ ഒരു ക്രിസ്മസ് നമുക്ക് ആ ഒരു ചിന്തയിലാണ് നിൽക്കുന്നത്, പോകുമല്ല എന്നുള്ള ചിന്തയിൽ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് കഴിഞ്ഞ് ജനുവരി 4-ാം തീയതി റയൻ വരുമല്ല എന്നുള്ളൊരു സന്തോഷത്തിലായിരുന്നു ആ ക്രിസ്മസ് ഞാൻ നന്നായിട്ട് ആഘോഷിച്ചത്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ റയൻ എത്തും, റയനെ കാണാം, റയൻ ഒരു 10-20 ദിവസം നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു സന്തോഷം. ഇത്തവണ കാത്തിരിക്കാൻ ആരുമില്ല, ഉള്ള ആളും പോകുന്നേ. അപ്പോൾ ഈ 2019 ക്രിസ്മസിൻ്റെ ചില വീഡിയോ ക്ലിപ്സ് എല്ലാം നമ്മൾക്ക് മെമ്മറിയിൽ വരും കേട്ടോ. അത് കാണുമ്പോൾ ശരിക്കും നഷ്ടപ്പെട്ടു പോയ എല്ലാ ദിവസങ്ങളെന്നോർത്ത് സങ്കടവും തോന്നും. പക്ഷേ ഇപ്പോൾ കുട്ടികളൊക്കെ അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാപ്തരായില്ല എന്ന് വിചാരിച്ച് സന്തോഷവും തോന്നും. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്ന സമയത്തും ഞാൻ
റിച്ചാർഡിനെയും റയനെയും കൂടി എല്ലാവരും കൂടിയുള്ള ക്രിസ്മസാണ് ഓർത്തുകൊണ്ടിരുന്നത്. ഈ സ്ഥലത്തൊക്കെ വന്നിട്ട് ഞങ്ങൾ ഇതൊക്കെ കളിച്ച് കുറേ ബജിയൊക്കെ മേടിച്ച് പിള്ളേർക്ക് കൊടുത്ത് റിച്ചാർഡിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് അവരും കഴിച്ച് ഞങ്ങളെല്ലാവരും കഴിച്ച് അങ്ങനെ ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം ഈ 2019 എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയില്ല ഈ കൊറോണയുടെ സംഭവമാണ് നമ്മളെ പിടികൂടാൻ പോണതെന്ന് പിന്നീട്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ആയിരുന്നു. പക്ഷേ പിന്നീട് കൊറോണ സ്റ്റാർട്ട് ചെയ്യണേണ് 2020 ആയിക്കഴിഞ്ഞപ്പോൾ. അതോടുകൂടി നമ്മളുടെ എല്ലാ കാര്യങ്ങളും പോയി, എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും പോയി, സന്തോഷങ്ങൾ പോയി. പക്ഷേ അന്നും ഞാൻ വീട്ടിൽ പറയുമായിരുന്നു, നമ്മൾ 5 പേരും ഒന്നിച്ചുള്ള ദിവസങ്ങൾ ഇനി വരില്ല. അതുകൊണ്ട് ഈ കൊറോണ കാലം സങ്കടപ്പെടാതെ നമ്മൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാം എന്ന് പറഞ്ഞ് ആ വീഡിയോയിലെല്ലാം ഞാൻ അങ്ങനെ പറയുമായിരുന്നു. കാരണം എനിക്കറിയാം ആ ഒരു സമയം വളരെ വിലപ്പെട്ടതാണെന്നുള്ളത്. കാരണം എല്ലാവരും കൂടി ഒന്നും ചെയ്യാനില്ലാതെ വീട്ടിൽ തന്നെ ഒരുമിച്ചിരിക്കുന്ന ഒരു സമയം. അന്നത്തെ ഒരു വിഷമഘട്ടം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് റിച്ചാർഡിൻ്റെ പഠന സംബന്ധമായ കാര്യങ്ങളായിരുന്നു. ആ സമയത്തൊക്കെ ഓൺലൈനിലാണ് അവൻ്റെ ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും എല്ലാം നടന്നിരുന്നത്. അവൻ തേർഡ് മെയ്റ്റിന് വേണ്ടിയിട്ടുള്ള എക്സാം അറ്റൻഡ് ചെയ്യുന്ന ടൈമായിരുന്നു. അത് പലതും അവൻ ഫെയിലായി, ഓറൽസ് ഫെയിലായി, എല്ലാം ഓൺലൈൻ വഴിയാണല്ലോ. അപ്പോൾ ആ ഓറൽസ് ഫെയിലായി, അങ്ങനെയുള്ള വിഷമഘട്ടമായിരുന്നു. ഭയങ്കര വിഷമമായിരുന്നു അന്ന് റിച്ചാർഡിന്. എൻ്റെ മാസങ്ങളോളം നഷ്ടപ്പെടുന്ന, ഒരു വർഷം തന്നെ പോകുക എന്നൊക്കെയുള്ള. കാരണം ഓരോ എക്സാമും ഫെയിലായി കഴിയുമ്പോൾ പിന്നെ അത് ഈ കൊറോണ സമയമായതുകൊണ്ട് തന്നെ പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ അടുത്ത എക്സാം വെക്കുന്നത്. അപ്പോൾ അങ്ങനെ മാസങ്ങളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. ഓൺലൈനിൽ നമ്മൾക്ക് അധികം നമുക്ക് സിഗ്നൽ ഡ്രോപ്പാകും. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെയാണ് അവൻ തോറ്റുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ ഓഫ്ലൈനായിട്ടുള്ള എക്സാംസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കേൾക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാകുമല്ലോ. മനസ്സിലാക്കി നമുക്ക് ചോദിക്കാം. മറ്റേത് ചോദിച്ചാലും അവർക്ക് അങ്ങോട്ട് എത്തില്ല. അപ്പോൾ നെറ്റ് കംപ്ലൈൻ്റ് ആയി, അത് ഓഫായി പോകുന്നു. അവസാനം ഒരു തവണ റിച്ചാർഡ് ലാപ്ടോപ്പ് വരെ അടിച്ച് പൊളിക്കാൻ പോയതാണ്, അത്രയും സങ്കടം വന്നിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഓർക്കും ആ ഒരു കാലഘട്ടം കേട്ടോ. അപ്പോൾ അതുമെല്ലാം കടന്ന് കയറി, എല്ലാം കടന്ന് നമ്മൾക്ക് ദൈവം വിധിച്ചത് വെച്ചിരിക്കുന്നതും എല്ലാം ചീത്തയും നല്ലതും ഒക്കെ നമ്മുടെ കയ്യിൽ വന്ന് ചേരും. അതൊക്കെ തന്നെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഈ ബോൾ എറിയുന്ന സംഭവത്തിന് എനിക്കും കിട്ടി, ചേച്ചിക്കും കിട്ടിയിട്ടാ ഓരോ പാത്രങ്ങൾ. ഇത് ഭയങ്കര ചീപ്പ് ക്വാളിറ്റി ആയിട്ടുള്ള പ്ലാസ്റ്റിക്കാണ്. പക്ഷേ നമുക്കിത് കിട്ടുമ്പോൾ ഒരു ഹാപ്പിയാണ് കേട്ടോ. 100 രൂപക്ക് കളിച്ചപ്പോഴത്തേക്കുമാണ് ഈ 2 സംഭവം കിട്ടിയത്. അതും കിട്ടാതെയും ഭൂരിഭാഗവും പേര് പോണത്. പക്ഷെ എന്തോ ഞങ്ങൾക്ക് കിട്ടി. അതിൻ്റെ പോയിൻ്റ് അനുസരിച്ചിട്ടുള്ള ആ സാധനങ്ങൾ നമുക്ക് അവിടെ നിന്ന് തരും കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത്ര രൂപയ്ക്ക് ഇത്ര ഈ സാധനങ്ങളെന്നുള്ളത്. അങ്ങനെ ആ സംഭവങ്ങളൊക്കെ മേടിച്ച് ഭയങ്കര സന്തോഷം. റിങ് എറിഞ്ഞിട്ട് ഞങ്ങൾക്ക് ആർക്കും ഒന്നും കിട്ടിയില്ല. ഈ ബോൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഞാനും ചേച്ചിയാണ് ഇട്ടത്. ചേട്ടന് കിട്ടിയില്ല, എനിക്കും ചേച്ചിക്കും കിട്ടി. അപ്പോൾ ഒരാൾക്ക് എറിയണതിന് 50 രൂപയുണ്ട്, മറ്റേ റിങ് ഒരാൾക്ക് എറിയണതിന് 100 രൂപ. അപ്പോൾ അങ്ങനെ അത് 2 പേരെറിഞ്ഞ്, ഇത് 3 പേരെറിഞ്ഞ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ബജിയൊക്കെ കഴിച്ച്, പിന്നെ ഇത് നമ്മളുടെ മറ്റേ അപ്പുറത്തെ ഗ്രൗണ്ടാണ്. അപ്പോൾ നമ്മൾ അപ്പുറത്തെ ഗ്രൗണ്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ മറ്റേ മഴമരം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ക്രിസ്മസ് ട്രീ അലങ്കരിക്കുമല്ലോ, അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നടക്കാൻ പോകണേണ്ടായിരുന്നുള്ളൂ. കൗണ്ട് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കണം ഞങ്ങൾ ചെല്ലുമ്പോൾ. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട്. അപ്പോൾ ആ സ്വിച്ച് ഓൺ കർമ്മം കഴിഞ്ഞതിന് പിന്നാലെ ഫയർ വർക്ക്സ് ആയിരുന്നുണ്ടായിരുന്നത്. ഒരുപാട് ആളുകളുണ്ട് ഈ സ്ഥലത്ത് വന്നിട്ട് റീൽസ് എടുക്കുന്നുണ്ടായിരുന്നു. നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് വന്ന് നിന്നിട്ട് ഫാമിലി ഫുള്ള് നിന്നിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് റീൽസ് എടുക്കണുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കുറേ നേരം നോക്കി നിന്ന്. ഇതാണ് ഞാൻ ആ പറഞ്ഞ സമയം അവിടെ സ്വിച്ച് ഓൺ കർമ്മം നടക്കുന്നത്. അതെ, അവിടെ കത്തണ കണ്ട, അവിടെ ലൈറ്റ് ഓണായി വരണേ ഉള്ളൂ, ആ റെഡ് മരം. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളതൊക്കെ അങ്ങനെ ദൂരെ ആണ് നിന്നേച്ചത്. അടുത്തേക്ക് ഏറ്റവും അവസാനം ആ മുകളിൽ പച്ച ഒരു സ്റ്റാർ കൂടി കത്തിയപ്പോൾ അത് തീർന്നു. പിന്നെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ കുറേ നേരം. ഏതായാലും ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്ന ഒരു ക്രിസ്മസ് ആണെങ്കിലും ഇവർ വന്നപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. ഭയങ്കര ഹാപ്പി, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഹാപ്പി. അങ്ങനെ അപ്പോൾ
ചേച്ചിക്കാണെന്നുണ്ടെങ്കിലും ഇത് വന്ന് കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ എന്തെങ്കിലും എന്നാ വരണമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അറിയില്ല എപ്പോൾ വരുമെന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞെങ്കിലും ഇത് ക്രിസ്മസിൻ്റെ അന്ന് വരുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. ഏറ്റവും കൂടുതൽ തിരക്കുള്ള ദിവസമാണ് ക്രിസ്മസ് ഡേ. അന്നാണ് എല്ലാവരും തന്നെ ഹോളിഡേ ഒക്കെ ഉള്ളതും പുറത്തേക്ക് ഇറങ്ങുന്നതൊക്കെ. അതിനുശേഷം പിന്നെയുള്ള ദിവസങ്ങളിൽ അത്രയും തിരക്ക് വരില്ല. ഇനി വരുന്ന തിരക്ക് 31-ന് ഞങ്ങൾ ഫോർട്ട് കൊച്ചിക്കാർക്ക് പുറത്തേക്ക് ഇറങ്ങാനേ പറ്റില്ല. പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മുടെ വീട്ടിലേക്ക് പോലും പോലീസ് നമ്മളെ കയറ്റി വിടൂല, അത്രയും തിരക്കാണ്. അതുകൊണ്ട് ഈ ഫോർട്ട് കൊച്ചിക്കാർക്ക് സ്വന്തമായ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ ഇപ്പോൾ പുറത്തുള്ള ആളുകൾക്കാണ് സ്വന്തമായിക്കണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഇവിടെ വെച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടായിരുന്നു. ഒരു റാണി എന്ന് പറഞ്ഞിട്ടൊരു സബ്സ്ക്രൈബറിനെ കണ്ടായിരുന്നു. പുള്ളിക്കാരി നല്ല സ്മാർട്ടായിട്ട് എൻ്റെ അടുത്ത് വീഡിയോ ഒക്കെ നിർത്തി കളയല്ലേ, ഞങ്ങൾ കാത്തിരിക്കണേന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടൊക്കെ പോയി. പിന്നെ അനിത എന്ന് പറഞ്ഞിട്ടൊരു സബ്സ്ക്രൈബറിനെ കണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെയൊക്കെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് വീണ്ടും വീഡിയോ ഇടാനുള്ളൊരു പ്രചോദനം കിട്ടിയിട്ടാ. അങ്ങനെ നമ്മൾ റൂബി കുഞ്ഞിനൊരു ടോയൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ ഇനിയുള്ളത് റൂബി കുഞ്ഞിൻ്റെ കളികളാണ്. അപ്പോൾ ഇനി നമ്മൾക്ക് നാളെ അടുത്തൊരു വ്ളോഗായിട്ട് കാണാം. താങ്ക് യു. ആരാണവൻ? ദേ ഇതിൽ കൂടിയൊക്കെ വന്നി അല്ല അവിടത്തെ ലൈറ്റ് ഒന്നിട്ട് ആരാണ് തമ്മിയവൻ? ആരാണവൻ? കൊച്ചെടുത്താൽ അവൻ ഇട്ടടിച്ചോണ്ടാ. ആരാണ് പിന്നവൻ? ഞാനങ്ങല്ലേ ഇനി അടുത്തോട്ട് വരും, സാവധാനം വരും. തട്ടുമ്പോ നമുക്ക് നോക്കാം. അവനെ നോക്കാം. അടി കൂടിയൊക്കെ നോക്കണേണേ. എന്റെ മറവിലിരിക്കണേ. നമുക്ക് നോക്കാം, അവനെ നോക്കാം ഒന്ന്. അവനെ നോക്കാം. നീ ഒന്ന് ഷൂട്ട് ചെയ്ത് നമുക്ക് നോക്കാം. ഇവനെ തട്ടുമോ? ഇവനെ നമുക്ക് നോക്കാം ഒന്ന്. അവളെ ഇത് 50 രൂപ ഞങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടും പോന്ന പരാതി പറയാനാണ്. ആരെങ്കിലും ഒന്ന് രക്ഷിക്കുന്നു. അതെ വിഷമം പറയാനാണ് നിങ്ങളോട്. അതെ തന്റെ പുറകെയൊക്കെ വന്നി. ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾക്ക് ഇവിടെ പോകാൻ പറ്റൂലെന്ന്. നിങ്ങളുടെ ബിരിയാണി മര്യാദക്ക് എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നാ മതിയോ? അല്ല കളിക്കണേ. ഇത്തിരി വേടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കൊച്ചു അഭിനയിക്കണേ. ചാടിയൊക്കെ പോയി. നിന്റെ ഷൂസൊക്കെ ചാടി.
വേണ്ടടാ കൊച്ചു മതിയടാ കൊച്ചു അതൊക്കെയാണ് അവിടെ അതുമേൽ വെച്ചു കൊടുക്ക് കൊച്ച് കുറച്ച് നേരം ഒന്ന് നോക്കട്ടെ അവനവിടെ വെച്ചു കൊടുക്ക് വല്യപ്പച്ചനൊക്കെ പോയി ഇനി ആരും ഇല്ല അവിടെ കൊച്ചിന് ആരെങ്കിലും ബാക്കിയുണ്ടാന്ന് നോക്കണേ പുറത്ത് കൊച്ചു വിഷമിച്ച് കൊച്ചിന് വിഷമോയി